ബിരിയാണി ഉണ്ടാക്കിയാലോ? ബിരിയാണിയോ? ആ എന്നതായിരുന്നു എൻ്റെ റിയാക്ഷൻ. ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇതുണ്ടോ? നമ്മൾ അങ്ങ് ബിരിയാണി ഉണ്ടാക്കിയെന്ന്, ഒരു തട്ടിക്കൊട്ട് ബിരിയാണി. അതൊരു കഥയാണ്. എങ്ങനെ ഉണ്ടാകുന്നതെന്നും പറയാൻ പറ്റില്ല, എല്ലാം നോക്കി മനസ്സിലാക്കിക്കണം. അതാണ് നിങ്ങളുടെ കഴിവ്. ആദ്യം അങ്ങോട്ട് റൈസ് ഉണ്ടാക്കി, പിന്നെ നമ്മളങ്ങ് ചിക്കന് വേണ്ട മസാല ഉണ്ടാക്കി. അതിന് വേണ്ടത് അറിയാലോ, സവാളയും എല്ലാം നോക്കി കണ്ട് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളാം. പിന്നെ ഓയിലിൽ അത്ര ഇങ്ങനെ ചിക്കനെ പൊരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളങ്ങ് എയർ ഫ്രൈയിൽ വെച്ച് അതിനെ പൊരിച്ചെടുത്തു. അങ്ങനെ എയർ ഫ്രൈ ചിക്കനൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കണ്ട ഞാനാണ്. ഓയിലാണെങ്കിൽ തൊട്ടു എന്നായിരുന്നു. വേഗം പൊരിച്ച് കിട്ടുമല്ലോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതെങ്ങനെ ഓൺ ചെയ്യുക, അങ്ങനെയായിരുന്നു ഒരു ഡൗട്ട്. ഞാൻ അസുഖം അങ്ങോട്ടും ഇങ്ങനെ വെച്ച് ഓണാക്കി ചെയ്തു. ഇതേ മസാല ഉണ്ടാക്കി കഴിഞ്ഞു. കുരുമുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടു. പിന്നെ എൻ്റെ ഒരു സീക്രട്ട് മസാലയും കൂടി ഇട്ടു കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂടാൻ കാരണം. എന്തോന്നറിയില്ല, ഇപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഇന്ന് കൂടിപ്പോയി. എന്താണെന്നറിയാനില്ല. അപ്പോഴാണ് ഹസ് പറഞ്ഞ് ഞാൻ കൈ വെച്ചുകൊണ്ടാണ് അത് ടേസ്റ്റ് കൂടിയത്. ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണല്ലോ. ഹസ്ബൻഡ് കൈ വെച്ചാൽ പിന്നെ ബിരിയാണി ആവുമല്ലോ. അപ്പം നമ്മളാരായി? ഇല്ലാട്ടാ, ഹസ്ബൻഡ് പകുതി സഹായിച്ചത് കൊണ്ടാണ് എൻ്റെ ബിരിയാണി ആയത്. പൊരിഞ്ഞ ചിക്കൻ, സലാഡും കണ്ണിമാങ്ങ അച്ചാറും കൂടിയാൽ ഇന്നത്തെ ബിരിയാണി പൊളി തന്നെ. ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടു ഭയങ്കര. പിന്നെ എന്ത് വേണം? അവന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്കെന്ത് വേണം? പിന്നെ ചേട്ടൻ്റെ 2-3 ഫ്രണ്ട്സിനും കൊടുത്തു. അവർക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നറിയില്ല കേട്ടാ, പക്ഷെ എന്തായാലും നമുക്കത് ഇഷ്ടമായി. ഉസ്സാർക്ക് മുന്തിരി തീ തന്നെ.